ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ജി എസ് ടിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സിനോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സർവീസസിനോ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സാണ് ജി എസ് ടി. ടാക്സ് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ മെയിൻ റവന്യൂ ആണ് ടാക്സ്. ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. അപ്പോൾ ഈ ടാക്സ് നേരത്തെ ആണെങ്കിൽ പലതരം ടാക്സ് ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ടാക്സ്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ടാക്സ്. അപ്പോൾ ഒരു ബിസിനസ്മാൻ ഇതെല്ലാം പല പല ടൈമിൽ അതിൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യണം, അതിൻ്റെ കറക്റ്റ് പേപ്പർ വർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പോൾ അതിന് തന്നെ കുറേ സമയം പോകും. അതിൻ്റെ ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇപ്പോൾ സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ ഒക്ട്രോയി അങ്ങനെ പല പല ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും കുഴപ്പം വന്നാൽ പിന്നെ അതിന് ഫൈനായി അങ്ങനെ പ്രോബ്ലംസ്. അപ്പോൾ ബിസിനസ്മാന് ഈ ടാക്സിൻ്റെ പേരിൽ തന്നെ 100 കൂട്ടം ടെൻഷൻ അനുഭവിക്കേണ്ടി അല്ലെങ്കിൽ അതിന് അക്കോർഡിംഗ്ലി വർക്ക് ചെയ്യേണ്ടിയൊക്കെ വരുമായിരുന്നു. ഒത്തിരി ടൈം അതിന് വേണ്ടി തന്നെ സ്പെൻഡ് ആവും, അല്ലെങ്കിൽ അതിനായിട്ട് വേറൊരു സ്റ്റാഫിനെ വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു കൺട്രിയിൽ ഒരു ടാക്സ് എന്നുള്ള രീതിയിൽ നിലവിൽ വന്നതാണ് ജി എസ് ടി. അപ്പോൾ ജി എസ് ടിയിൽ മെയിനായിട്ട് ജി എസ് ടി ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് ഫൈനൽ കൺസ്യൂമർ ആരാണോ അവരാണ് ടാക്സിൻ്റെ ബേർഡൻ എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 10,000 റുപ്പീസിൻ്റെ ഗുഡ്സ് ഒരു മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വയ്ക്കാം. 10,000 1,000 ഏത് വാല്യൂൻ്റെ ആണെങ്കിലും മാനുഫാക്ചർ ഹോൾസെയിലർക്ക് ആ ഗുഡ്സ് വിൽക്കുമ്പോൾ ഹോൾസെയിലറുടെ നിന്ന് ആ ടാക്സ് കളക്ട് ചെയ്യും. ഹോൾസെയിലർ റീറ്റെയിലർക്ക് സെയിം ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ ആ ടാക്സ് തിരിച്ച് കളക്ട് ചെയ്യും. റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമർ ഗുഡ്സ് മേടിക്കുമ്പോൾ റീറ്റെയിലർ കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. കൺസ്യൂമർ കൺസംഷനാണല്ലോ മേടിക്കുന്നത്, അത് വേറെ ആർക്കും കൊടുക്കുന്നില്ല. സോ കൺസ്യൂമറാണ് ഫൈനലി ആ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ മാനുഫാക്ചറർക്ക് ഹോൾസെയിലർ ടാക്സ് കൊടുത്തിട്ട് ഹോൾസെയിലറുടെയും തിരിച്ച് കിട്ടി, ഹോൾസെയിലർക്ക് റീറ്റെയിലറുടെയും തിരിച്ച് കിട്ടി, റീറ്റെയിലർക്ക് കൺസ്യൂമറുടെയും തിരിച്ച് കിട്ടി. അപ്പോൾ ഫൈനലി ടാക്സ് ബേർഡൻ വരുന്നത് കൺസ്യൂമർക്കാണ്. ജി എസ് ടിയുടെ കേസിൽ ജി എസ് ടിയിൽ സി ജി എസ് ടി ഉണ്ട്, എസ് ജി എസ് ടി ഉണ്ട്. സി ജി എസ് ടി സെൻട്രൽ ഗവൺമെൻറ്റിന് പോകുന്ന ടാക്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള റവന്യൂ ആയിട്ടാണ് സി ജി എസ് ടി വരുന്നത്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് സി ജി എസ് ടി. അതിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള ടാക്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള റവന്യൂ ആയിട്ട് വരുന്ന ടാക്സ് എമൗണ്ട് ആണ് നമ്മൾ എസ് ജി എസ് ടി എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പം നമ്മുടെ ഒരു ടാക്സ് പോർഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു പോർഷനുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു പോർഷനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് കുറച്ച് ഗുഡ്സ് സെല്ല് ചെയ്യുവാണെന്ന് വെക്കുക. അപ്പോൾ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ ഒരു 10,000 റുപ്പീസ് വാല്യൂ ഉള്ള ഗുഡ്സാണ് മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് സെല്ല് ചെയ്യുന്നതെങ്കിൽ അതിനിപ്പോൾ എക്സാമ്പിൾ ടാക്സ് റേറ്റ് 10% ആണെന്ന് വെക്കുക. അപ്പോൾ ടോട്ടൽ ടാക്സ് 10,000 10% എന്ന് പറഞ്ഞാൽ 1,000 റുപ്പീസ്. ആ 1,000 റുപ്പീസിൽ 500 റുപ്പീസ് സെൻട്രൽ ഗവൺമെൻറ്റിന് പോവും, 500 റുപ്പീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോവും. അങ്ങനെയാണ് ഈ ടാക്സിൻ്റെ ഡിവിഷൻ വരുന്നത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പോർഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടും, സ്റ്റേറ്റ് ഗവൺമെൻറ് പോർഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടും. ഈ ടാക്സസ് യൂസ് ചെയ്താണ് അവർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസോ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു ടൈപ്പ് ടാക്സ് കൂടി ഉണ്ട്, അത് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് അതിന് പറയുന്നത്. അത് ചാർജ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് രണ്ടുപേരും ഒരു സ്റ്റേറ്റിൽ തന്നെ ഉള്ളവരാണ്. മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ഗുഡ്സ് സെല്ല് ചെയ്തപ്പോൾ രണ്ടുപേരും ഒരു സ്റ്റേറ്റിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ കേരള പറഞ്ഞാൽ മിസ്റ്റർ എയും മിസ്റ്റർ ബിയും കേരളത്തിൽ തന്നെ ഉള്ളവരാണ്. ആ സമയത്ത് വേറെ വേറെ സ്റ്റേറ്റിൽ നിന്നാണ് ഈ ഗുഡ്സ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അത് വേറെ സ്റ്റേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് വേറെ എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ IGST ചാർജ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളിൽ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ഗുഡ്സ് സെല്ല് ചെയ്യുന്നു എന്ന് വയ്ക്കുക. മിസ്റ്റർ എ കേരളത്തിലുള്ള ഒരാളും മിസ്റ്റർ ബി തമിഴ്നാട്ടിലുള്ള ഒരാളാണെന്ന് വയ്ക്കുക. അപ്പോൾ രണ്ടും 2 സ്റ്റേറ്റായി. അപ്പോൾ സെയിം ഈ ടാക്സ് റേറ്റ് 10% ആണെങ്കിൽ അതിൽ 1,000 റുപ്പീസ് ആ ഡീലർ, ഇപ്പോൾ മിസ്റ്റർ എ എന്ന് പറഞ്ഞൊരു ഡീലർ ഹോൾസെയിലർ ആണെന്ന് വയ്ക്കുക, മിസ്റ്റർ ബി റീറ്റെയിലർ ആണെന്ന് വയ്ക്കുക. അപ്പോൾ മിസ്റ്റർ എ മിസ്റ്റർ ബിയുടെ കയ്യിൽ നിന്ന് 1,000 റുപ്പീസ് ടാക്സ് കളക്ട് ചെയ്യും. ആ 1,000 റുപ്പീസ് നേരെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പേ ചെയ്യുന്നത്. IGST നേരെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പേയ്മെൻറ്റ് പോകുന്നത്. എന്നിട്ട് അതിൽ നിന്ന്
ഈ IGST വരുന്ന എമൗണ്ടിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എത്ര പോർഷൻ എന്നുള്ളത് ഗവൺമെൻറ് റേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ പ്രപ്പോർഷൻ അനുസരിച്ച് രണ്ട് ഗവൺമെൻറ്റ്സിനും ആ പ്രപ്പോർഷൻ അത് ഡിവൈഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റിനുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വരും, സെൻട്രൽ ഗവൺമെൻറ്റിനുള്ളത് അതിൽ പോകും. പക്ഷെ ടോട്ടലി ഈ ഡീലർ പേ ചെയ്യുന്നത് നേരെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പേ ചെയ്യുന്നത്. അപ്പോൾ CGSTയും IGSTയും നേരെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പേ ചെയ്യുന്നത്. SGST സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. IGSTയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോർഷൻ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റിന് കൊടുക്കും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇതിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഫൈനലി കൺസ്യൂമറാണ് ഇത് പേ ചെയ്യേണ്ടി വരുന്നത്. അതിപ്പോൾ നമ്മളൊരു പേസ്റ്റോ ബ്രഷോ അല്ലെങ്കിൽ സോപ്പോ എന്ത് മേടിച്ചാലും നമ്മൾ കൊടുക്കുന്ന ആ വാല്യൂവിൽ ആ ടാക്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ടാക്സും കൂടെ ചേർത്തുള്ള വാല്യൂ ആണ് നമ്മളുടെ കയ്യിൽ നിന്ന് ആ കടക്കാരൻ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനൽ കൺസ്യൂമറാണ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതിത്രയേ ഉള്ളൂ. ഇതോടുകൂടി സെക്കൻഡ് ചാപ്റ്റർ തീരുവാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നോട്ട്സും കൂടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് നമ്മുടെ ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മാർക്ക് ചെയ്യുക. സോ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ശ്രമിക്കാം. നന്നായിട്ട് പഠിക്കുക. സോ താങ്ക് യു.